ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അല്ലുമോനും അമ്മയും കൂടെ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നേ? സ്പീച്ച് തെറാപ്പിക്ക് പോകുമ്പോൾ അല്ലുമോന് നല്ലുമോന്റെ നമ്പരാ ഫസ്റ്റിലെ സ്പീച്ച് തെറാപ്പിക്ക് കൊടുത്തേക്കുന്നേ. 10:30 ആകുമ്പോൾ അവിടെ എത്തണം. എല്ലാം പഠിച്ചോ അല്ലുമോന്? എവിടാ നമ്മള് സ്പീച്ചിന് പോകുന്നത്? എവിടാ? അടൂര്. ആരാ സ്പീച്ച് പഠിപ്പിക്കുന്ന ചേച്ചിയുടെ പേരെന്തുവാ? ഏഞ്ചൽ ചേച്ചി. എന്നിട്ട് സ്പീച്ചിന് ഇന്നലെ നമ്മള് പോയത് എപ്പോഴായിരുന്നു? ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു. നമുക്ക് ഉച്ച സമയമാണ് കിട്ടിയത്. ഇന്ന് അതുകൊണ്ട് രാവിലത്തെ ടൈം തന്നെ ഞങ്ങൾ ഫസ്റ്റ് അല്ലുമോന്റെ നമ്പരാ. അങ്ങനെ ഞങ്ങൾ റെഡിയായി നിൽക്കുക സ്പീച്ചിന് പോകാൻ വേണ്ടി. അച്ഛൻ ഇപ്പം വരും. അന്നേരം ഞങ്ങൾ സ്പീച്ചിന് പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, സ്പീച്ചിന് പോവാ. ഞങ്ങൾ റെഡിയായി. ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. അച്ഛൻ റെഡിയായിട്ട് വന്നു. അച്ഛൻ വന്നു പറ. നക്കൂലി ടാറ്റോട് ഫോണിങ് അടിച്ച അച്ഛൻ്റെ ഫോൺ കൂടി എടുത്തേ. അങ്ങനെ ഞങ്ങൾ സ്പീച്ച് തെറാപ്പി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ എത്തി. 10:30 അവൻ്റെ ടൈം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ബൈക്കിലിരുന്ന് ഉറങ്ങി. അതിൻ്റെ ക്ഷീണമാണ് മുഖത്ത് കാണുന്നത്. കണ്ടോ? എത്തിയോ? ക്ഷീണം ഉണ്ടോ? എന്നാ വാ, നമുക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കാം. ഓടിയോ? ഇതാ, ഞാൻ അകത്തൊന്നും വെച്ച് എടുക്കുന്നില്ല. ഇതാ സ്പീച്ച് തെറാപ്പി സെൻറ്റർ നെടിയത്തൂർ അടൂർ. സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി എല്ലാം ഉണ്ട്. എൻ്റെ മസ്തിയുടെ സ്ഥലത്ത് വന്ന് ഇരുന്നിട്ടുണ്ട്. അകത്ത് കയറിയില്ല. ഒന്ന് കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടേ കയറൂ. കേട്ടോ കല്ലൂസേ? ഉണ്ടോ? 3/4 മണിക്കൂറിന് സ്പീച്ച് തെറാപ്പി ഉണ്ട്. 10:30 കയറിയാൽ 11:15 വരെ ഉണ്ട്. ഇങ്ങോട്ട് നോക്ക്. ക്ഷീണം മാറിയാ? വെള്ളം തരട്ടെ അമ്മ കഴിക്കാൻ, കുടിക്കാൻ? വെള്ളം തരട്ടെ? ഇല്ലുമനെ വെള്ളം കുടിച്ചാ? ഇങ്ങോട്ട് നോക്ക്. ഇന്ന് സ്പീച്ച് കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും വേണോ? എന്നും ഓരോ ആവശ്യമുണ്ട് കേട്ടോ. ടോയ്സോ ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ. ഇന്നെന്തോ വേണ്ടേ സ്പീച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ? ഐസ്ക്രീമും മിഠായി. ഇങ്ങോട്ട് നോക്കി പറ. ഫ്രൂട്ടി. ഇന്ന് ഒത്തിരി ആവശ്യങ്ങളാണല്ലോ. പാൻറ്റും വേണോ? നമുക്ക് വാങ്ങിക്കാം. ഇന്നെല്ലാം പഠിക്കോ? മിടുക്കനായിട്ടിരുന്ന് പഠിക്കോ? നക്കൂന് എന്താ വാങ്ങിക്കണം? നമുക്ക് അക്കച്ചേട്ടന് പാൻറ്റ് വാങ്ങിച്ചാൽ മതിയോ? എന്നാൽ ശരി, നമുക്ക് അകത്തോട്ട് കയറിയാലോ. സമയമായില്ല, ചേച്ചി വന്നില്ല. സ്പീച്ച് പഠിപ്പിക്കുന്ന ചേച്ചിയുടെ പേരെന്തുവാ? ഉറക്കനെ പറ. ഏഞ്ചൽ. ഇന്നലെ പഠിച്ചോ? എന്നാൽ ഓക്കെ, വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കും. അവൻ്റെ സ്പീച്ച് തെറാപ്പി സെൻറ്റർ. അകത്തെ റൂമിൽ അവൻ സ്പീച്ചിന് പഠിക്കാൻ പോകുന്നത്. ആരും വന്നിട്ടില്ല. മോൻ്റെ നമ്പരാണ് ഫസ്റ്റ് നമ്പർ. ഇരിക്കുക, വെയിറ്റ് ചെയ്ത്. വല്ലുമ്പോൾ ഇവിടെ വന്നിരുന്ന് സ്പീച്ച് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുക കേട്ടോ. വീട്ടിലിരുന്ന് പഠിത്തമൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ കണ്ട ചേച്ചി എഴുതി കൊടുത്ത വാക്കൊക്കെ എടുത്ത് വെച്ച് പഠിക്കുക വല്ലുമോന്. ഇന്നലെ ചേച്ചി എഴുതി തന്നത് ഏതാ? പ്ലാ വെച്ചുള്ള വാക്കുകളോ? ഒന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേ. എന്തുവാ? പ്ലം. എല്ലാം പഠിച്ചോ? എന്നാൽ പ്ലാവെന്ന് പറ. പ്ലാവ് കണ്ട. എല്ലാം നോക്ക്. കണ്ട, ഇതിന് മുമ്പുള്ളതൊക്കെ പഠിച്ചതുണ്ട്. ഉണ്ടോ? ഇതെല്ലാം അറിയാമോ മോന്? സെൻറ്റൻസ് ഉണ്ടോ? ഞാൻ ദോശ കഴിച്ചു പറ. എന്തോ? ഞാൻ കഴിച്ചു. അടുത്ത ഇത് ഷാ പറയാനല്ലോ മോന്. പാട്. അടുത്ത ഞങ്ങൾ ശില്പം കണ്ടു പറ. ഉറക്കനെ പറയണം. ഏഞ്ചൽ ചേച്ചി വരുമ്പോൾ മിടുക്കനോ ഗുഡ് ബോയാന്ന് പറയണോ? അമ്മ ടോയ്സ് വാങ്ങിച്ചു തരണോ? ഏത് ടോയ്യാണ് വേണ്ടത്? റിമോട്ട് കാറാണോ വേണ്ട? ആണോ? പിന്നെന്തോ വേണ്ട? എന്തോ? ഫോണോ? അയ്യോ, കൊടിക്കൊച്ചിനാ ഫോണ്.
ആ ഫോണൊക്കെ വലിയതാകുമ്പം വാങ്ങിച്ചു തരാം, പഠിച്ച് മിടുക്കനാകുമ്പം വാങ്ങിച്ചു തരാം കേട്ടോ. ഇന്ന് അമ്മ ടോയ് കാർ വാങ്ങിച്ചു തരും. പിന്നെ എന്തോ വേണം? പക്ഷെ മിടുക്കനായിട്ട് അകത്ത് പോയിരുന്ന് ചേച്ചി പറഞ്ഞു തരുന്നതെല്ലാം പഠിക്കുമോ? സത്യമാണോ? സത്യം. ഇന്ന് വൈകിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ട് വൈകിട്ട് നമുക്ക് ഉത്സവത്തിന് പോകണം വല്യച്ഛൻ്റെ വീട്ടിൽ. ഉത്സവത്തിന് പോകുമ്പോൾ എന്തോ വേണം? ബലൂൺ. ബലൂൺ നല്ലോണം പറ. ബലൂൺ. ബലൂൺ വേണം. പിന്നെ ഐസ്ക്രീം കുടിച്ച് പനിയാവത്തില്ലയോ? ഇല്ലയോ? ഇല്ലല്ലോ. എന്നാൽ ഐസ്ക്രീം വാങ്ങിച്ചിടാം. അച്ഛനെന്തോ മിണ്ടായിരിക്കുന്നേ? അച്ഛൻ്റെ അടുത്ത് പോയത് എന്താ മിണ്ടാതിരിക്കുന്നത്? അച്ഛൻ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചിരിക്കുക കേട്ടാ. പടി ലൂട്ടാ. ലൂസേ പഠിക്കടാ. ആരെയും നോക്കുന്നേ? അച്ഛൻ അവിടെ ഇരിക്കും. അച്ഛൻ ഫോൺ വിളിക്കുക. അച്ഛൻ എവിടെയും പോകത്തില്ല. പഠിക്കുമോ? ഇപ്പം വരും ചേച്ചി, ഇപ്പം വരും. മിടുക്കനായിട്ട് പഠിക്കണേ. പഠിക്കുമോ? മിടുക്കൻ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ആർക്കെങ്കിലും നിങ്ങളുടെ ആരുടെ ആയാലും കുട്ടികൾക്ക് നമുക്കൊരു 3 വയസ്സ് വരെ നോക്കാം. കുട്ടി സംസാരിക്കുന്നോ 2-3 വാക്ക് ചേർത്ത് പറയാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ടങ് ടൈ ആണോ അതോ സ്പീച്ച് ഡിലേ ആണോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. ഇവനെ ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് സ്പീച്ച് തെറാപ്പിക്ക് മോനെ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു പാടുണ്ട്. ഇച്ചിരി താമസം വരും അത് റെഡിയായി എടുക്കുക. ഇപ്പോഴും സ്പീച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ക്ലാരിറ്റി കുറവുണ്ടെന്നുള്ളൊരു പ്രശ്നമാണ് അവന്. അയ്യോ, ബുക്ക് കീറരുത്. ചേച്ചി വഴക്ക് പറയേ. അതമ്മ വീട്ടിൽ ചെന്ന് ഒട്ടിച്ചു തരാം കേട്ടോ. ഓക്കെ, സമയമായോ? ചേച്ചി വന്നില്ലയോ? ക്ഷീണമൊക്കെ മാറി. നമുക്ക് അകത്ത് കയറിയിരുന്നാലോ? കയറിയിരിക്കാം. എന്നാ ബാ.